വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജ്യം ഐതിഹാസികമായ ഒരു തിരഞ്ഞെടുപ്പെ നേരിടാൻ പോവുകയാണ്. ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അരുൺകുമാറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് മണ്ഡലങ്ങളിലുള്ള പര്യടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൊട്ടാരക്കരയിൽ പര്യടനം ആരംഭിക്കുകയാണ്. തീർച്ചയായും വളരെ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അരുൺകുമാർ. തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തെറിയുന്ന ഈ കാലഘട്ടത്തിൽ ആ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അരുൺകുമാർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള സ്ഥാനാർത്ഥിക്ക് കഴിയും. തീർച്ചയായും ഈ പാർലമെന്റ് മണ്ഡലത്തിലെ കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങളെയൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. തീർച്ചയായിട്ടും അരുൺകുമാറിന്റെ വിജയം സുനിശ്ചിതമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ 20 സ്ഥാനാർത്ഥികളും കേരളത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അരുൺകുമാറിനെ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പ്രചരണ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് കൊട്ടാരക്കര, SG കോളേജ്, ചന്തമുക്ക്, നെടുവത്തൂർ തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ അഡ്വക്കേറ്റ് CA അരുൺകുമാർ സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയുണ്ടായി.